ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ബീഫ് കറി വെക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അമ്മയോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞ്, സവാള ഉണ്ട്. എത്ര എണ്ണം? വലിയ 2 സവാള, ഒരു 5 പച്ചമുളക്, വലിയ ഒരു തക്കാളി, കുറച്ച് മസാല. അതിനകത്ത് നമ്മൾ എക്സ്ട്രാ ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നത് പിന്നെ ജാതിക്കയുടെ പകുതി പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ജാതിക്ക നമുക്ക് പൊതുവേ നല്ലതാണ്, കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇറച്ചി പെട്ടെന്ന് വേകാനും ജാതിക്ക നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ജാതിക്കയുടെ പകുതിയും മറ്റ് മസാലയെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചേക്കുക. ഇത് കുരുമുളക് പൊടിച്ചത്, ഒരു 2-3 ഇതള് കറിവേപ്പില, നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിലയാണ്. ഇത് നമ്മൾ മിക്സിക്കകത്ത് അടിച്ചത്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അടിച്ചതാണ്. പിന്നെ 1 കിലോ ബീഫ്, വെളിച്ചെണ്ണ. ഇത്രയുമാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ബീഫ് കറി വയ്ക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തീ കത്തിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി കടുകിടുക. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി. ഇനി നമുക്ക് സവാള ഇടാം. അപ്പോൾ സവാള ഇട്ട് ഇനി അത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. സവാള നമുക്ക് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിടാം. സവാള വഴന്ന് വന്ന് ഇനി നമുക്ക് തക്കാളി ഇടാം. പച്ചമുളകും കൂടെ ഇടാം. എല്ലാം നന്നായി വഴന്ന് വരട്ടെ. അപ്പം ഇതെല്ലാം നമുക്ക് നല്ലപോലെ, അതായത് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം നന്നായി വഴന്ന് വരുമ്പോഴത്തേന് വഴന്ന് വന്നിട്ട് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ പാകത്തിന് ചേർക്കാം. ഇതെല്ലാം നന്നായി വഴന്ന് വന്ന് ഇനി നമുക്ക് ഈ സ്പൂണിന് ഒരു 4 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ആ സ്പൂണൊന്ന് കാണിക്കൂ, അപ്പോൾ അളവ് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. ഈ സ്പൂണാണ്. ഈ സ്പൂണിന് 4 സ്പൂൺ മുളക് പൊടിയാണ്. അതായത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തത്. നമ്മൾ ഉപയോഗിക്കുന്ന കാശ്മീരി ചില്ലിയാണ്. പിന്നെ അതുപോലെ മല്ലിപ്പൊടിയും ചേർക്കാം, 4 സ്പൂൺ. 4 സ്പൂൺ. 4 സ്പൂൺ മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്തത്. നമ്മൾ ഉപയോഗിക്കുന്ന കാശ്മീരി ചില്ലിയാണ്. പിന്നെ അതുപോലെ മല്ലിപ്പൊടിയും ചേർക്കാം. 4 4 സ്പൂൺ.
4 സ്പൂൺ, 4 ഒരു 5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഈ സ്പൂണല്ലേ, ചെറിയ സ്പൂണല്ലേ കേട്ടോ. പിന്നെ നമുക്ക് നല്ല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇനി നമുക്ക് ബീഫ് ഇടാം. നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടിയും മസാലയും ഇടാം, ഇറച്ചി മസാല. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ വിട്ടുപോയി. നമുക്കിതിനകത്ത് അങ്ങിട്ട് ഇളക്കി എടുക്കാം നന്നായിട്ട്. ആക്ച്വലി ഇത് എപ്പോഴായിരുന്നു ഇടേണ്ടത്? ഇത് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇടുന്നതിന് മുമ്പേ ഇടണമായിരുന്നു. ഇട്ട് അതുകൂടെ ഒന്ന് നന്നായി വയന്ന് വരണമായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇതിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കാം. രുചിക്കറുണ്ടാവും? ഇല്ല, രുചിക്കറൊന്നും വരത്തില്ല. സ്വല്പം ഉപ്പും കൂടെ ചേർക്കാം. ആദ്യം നമ്മൾ സവാള വയന്ന് വരാൻ വേണ്ടി ചേർത്ത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം സ്വല്പം ഉപ്പ് ചേർത്തത്. ഉണ്ടോ? ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില അല്ലേ? കറിവേപ്പില ഇട്ട് ഇനി നമുക്ക് നന്നായി ഇളക്കാം. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം, ചെറിയ ചൂടുവെള്ളമാണ്. അപ്പോൾ ഈ ചൂടുവെള്ളം കൂടെ നമുക്ക് ചേർക്കാം. ഇച്ചിരി ഗ്രേവി വേണം, അതുകൊണ്ടാണ് വെള്ളം ചേർത്തത്. ഇൻഗ്രീഡിയൻസ് എല്ലാമായി. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. കണ്ടോ? നമുക്കൊരു 4 വിസിലിടുക. 4 വിസിൽ വീണ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ഒരു 20 മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ട് വേവിക്കുക. എന്നിട്ട് നമ്മുടെ കുക്കറിൽ ആവിയെല്ലാം പോയി കഴിയുമ്പം നമ്മൾ അടപ്പ് തുറന്ന് നോക്കിയാൽ എല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടും. നല്ല ബീഫ് കറി ആകും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ 4 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ അത് 4 വിസിലുമായി. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി കഴിയുമ്പോൾ വെയിറ്റ് ഇപ്പോഴേ എടുക്കണ്ട, വെയിറ്റ് എല്ലാം ആവി പോയി കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതി. വെയിറ്റ് എടുക്കാം. വെയിറ്റ് മാറ്റിയിട്ട് നമ്മൾ കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ നല്ല ബീഫ് കറി റെഡിയാവും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല ഒന്നാന്തരം ബീഫ് കറി.
അപ്പം നമ്മുടെ ബീഫ് കറി ശരിയായി. ഇതാണ്ടതാ. ആഹാ നല്ല മണം. ഓക്കേ.